തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം തൊട്ട് UDF പുലർത്തി വന്നുകൊണ്ടിരിക്കുന്ന മേൽക്കൈ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ VS ജോയിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ തവനൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി നടക്കാതെ പോയ വികസന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് UDF പറയാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഈ നാട് അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ ഗതാഗത പ്രശ്നം ഉൾപ്പെടെ നിരവധിയായ വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഒരുപാട് വർക്കുകൾ, ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അഴിമതികൾ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നടത്തുവാനും UDFിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതിലൊക്കെ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലുടനീളം UDFിന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് രൂപപ്പെടുകയാണ്. അതിനനുസരിച്ച് തവനൂരും ഞങ്ങൾക്കൊപ്പം നിൽക്കും. 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി VS ജോയി വിജയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അഴിമതി, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൻകിട പദ്ധതിയാണ്. ഈ പൊന്നാനി താലൂക്കിലെയും തിരൂർ താലൂക്കിലെയും കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് വെള്ളം തടഞ്ഞു നിർത്തുന്ന പദ്ധതിയായിരുന്നു. MLA തന്നെ ഉറപ്പ് നൽകിയത് ജനുവരി മാസത്തിൽ അവിടുത്തെ പ്രശ്നം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുമെന്നാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഒളമ്പക്കടവ് പാലവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നായർതോട് പാലം അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഒരു നിയോജകമണ്ഡലം അഭിമുഖീകരിക്കുന്നുണ്ട്. എടപ്പാൾ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു ബസ് സ്റ്റാൻഡോ അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ UDF വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറിച്ച് LDF സ്ഥാനാർത്ഥിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ മതവും ഒക്കെ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തവനൂരിലെ ജനത വളരെ വലിയ തരത്തിലുള്ള മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യരാണ്, വോട്ടർമാരാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കും. അതോടൊപ്പം തന്നെ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിലക്കയറ്റം വളരെ ശക്തമാണ്. തവനൂർ മണ്ഡലത്തിൽ പണ്ട് കാലങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ ആവേശമാണ് എല്ലാ സ്ഥലങ്ങളിലും UDF കേന്ദ്രങ്ങളിലും. പ്രത്യേകിച്ച് കോളനി പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടെയൊക്കെ സ്ഥാനാർത്ഥിയുമായി കടന്നു ചെല്ലുമ്പോൾ പണ്ട് കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ജനപിന്തുണ, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, തൊഴിലാളികളൊക്കെ അടങ്ങുന്ന വലിയ ജനസഞ്ചയം സ്ഥാനാർത്ഥിയെ വളരെ വൈകിയും മണിക്കൂറുകൾ വൈകിയും കാണാൻ സ്വീകരിക്കാനും സ്ഥാനാർത്ഥിയോട് ആവലാതികൾ പറയാനും നിവേദനങ്ങൾ സമർപ്പിക്കാനൊക്കെ ആയിട്ട് കാത്തു കേൾക്കുന്നൊരു കാഴ്ച പണ്ട് കാലഘട്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരു വലിയ അനുഭവമാണ്. അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇന്ന് ഈ മണ്ഡലത്തിലൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ കാണാൻ കഴിയും. പല റോഡുകളും തകർന്ന് ആ റോഡുകൾക്കുടെ തകർച്ചയിൽ പ്രതിഷേധവുമായി പൊതുജനങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ചില വോട്ടടക്കുന്ന ചില നടപടികളായിട്ട് പോകുന്നു. ഒരു സ്ഥായിയായ പരിഹാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അതൊക്കെ ജനങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ജനങ്ങൾ യഥാവിധി മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് UDFിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലക്കും ഈ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലക്കും ഒരു കാര്യം വ്യക്തമാണ്. KT ജലീലിന് ഇനി നിയമസഭ കാണണമെങ്കിൽ അത് സന്ദർശക പാസ് എടുത്ത് മാത്രമേ കാണാൻ കഴിയൂ എന്ന് നിലവിൽ തവനൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് താഴെ തട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അഡ്വക്കേറ്റ് VS ജോയി ഓരോ പ്രദേശത്ത് പോയി പ്രചരണം നടത്തുമ്പോഴും അദ്ദേഹം പറയുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാന വിഷയമായ കുടിവെള്ള വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ചോർന്നൊലിക്കുന്ന ഗവൺമെൻറ് കോളേജ് വിപുലീകരിക്കുന്നതുൾപ്പെടെ കർഷകർക്ക് ആവശ്യമായി ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച അടയ്ക്കുന്നതുൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹം ആദ്യം പുറത്തെടുക്കുക. അദ്ദേഹം അത് നടപ്പിലാക്കാനാവും ശ്രമിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പര്യടനത്തുടനീളം അദ്ദേഹം പ്രസംഗിച്ചും ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്.